പഠനകാലം കഴിഞ്ഞ് ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്ന ചില ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ പലർക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ ഒരു ഇഷ്ടം വർഷങ്ങൾക്ക് ശേഷം പൊടി തട്ടിയെടുത്തു. അക്ഷരോത്സവ വേദിയിൽ കൂടി ആൾക്കൂട്ടം അത് ഹൃദയപൂർവ്വം ഏറ്റെടുത്തു. ഞാൻ ഈ നാടിൻ്റെ പാട്ടുകാരൻ. ഇവിടുത്തെ മനുഷ്യരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ എൻ്റെ പാട്ടുകൾ. അക്ഷരം വിരുന്നു വന്ന കനകക്കുന്നിലെ മരത്തണലിൽ നാടകം ആത്മസംഗീതം. നടനും സംവിധായകനും മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ദിബീഷ് മണി. ഈ മരച്ചോട്ടിൽ നിന്ന് പാടി തീരാനുള്ളതാണോ നീ? ആൾക്കൂട്ടത്തിന് വേണ്ടി പഠിച്ചതും പ്രിയപ്പെട്ടതുമായ കലയെ മറക്കേണ്ടി വരുന്ന കലാകാരന്റെ സംഘർഷം ഉള്ളു തൊട്ടെന്ന് കാണികൾ. ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പാട്ടിൻ്റെ പേരിൽ വളരെ നല്ല രീതിക്ക് തന്നെ നാണം കെടുക അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നമുക്കതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ അധികം നാടകമൊന്നും കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ സന്തോഷമാണ്. അവസാന രംഗത്തിലെ കുഞ്ഞു ശബ്ദമായി ദിവേഷിന്റെ മകൾ നാരായണിയും വേദിയിൽ. കരഞ്ഞു പറയണമെന്ന് പറഞ്ഞു, ശരിന്ന് പറഞ്ഞു. സങ്കടമുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് പാടണം, എനിക്ക് നാടിന്റെ പാട്ടാകണം, എനിക്ക് നാടിന്റെ. കലാകാരൻ തനിക്ക് വേണ്ടത് തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ കാണികളും അത്ര തന്നെ സന്തോഷത്തോടെ കൈയടിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.